സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള ദേവികയുടെ തീരുമാനം ഉറച്ചതാണെന്ന് മനസ്സിലാക്കിയ പ്രഭാവതി ഏതെങ്കിലും മാർഗേനെ സിദ്ധുവിനെയും കൊണ്ടോ അല്ലെങ്കിൽ പ്രഭാവതി തന്നെ കാലി പിടിച്ചായാലും ദേവികയെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അപ്പം സിദ്ധു പറയുന്നുണ്ട്, സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ യാഥാർത്ഥ്യം മനസ്സിലാക്കും, അല്ലാതെ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, തനിക്ക് പറ്റുമെങ്കിൽ താൻ ചെന്ന് സംസാരിച്ച് നോക്കാൻ പറയുമ്പോഴത്തേക്കും സത്യം തുറന്നു പറയാൻ, അതായത് ഋഷിയെ കൊലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളും അതുപോലെ ഉണ്ടായ സൗഹൃദങ്ങളുമാണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് മൗനമായി നിൽക്കുന്നു. ദേവികയാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് നന്ദനോടും പ്രഭാവതിയോടും സിദ്ധുവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് നന്ദൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിലങ്ങുതടിയായി താൻ കാണില്ല എന്നൊക്കെ തുറന്നു പറഞ്ഞ് കാറിലേക്ക് കയറിപ്പോകുന്നു. അപ്പം മുരളി ദേവിയോട് ചോദിക്കുന്നു, ഞാൻ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ നന്ദനോട്? പിണങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? സത്യം പറഞ്ഞാൽ മുരളിക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നവീൻ്റെ വിവാഹക്കാര്യവുമായി ബന്ധപ്പെട്ട് മുരളി ലീവെടുത്ത സമയത്താണ് ഗിരീഷിനെയും കൂട്ടി ദേവിക നന്ദനെയും ഇസബലിനെയും കൈയോടെ പൊക്കുകയും ഹോട്ടലിൽ നിന്ന് പോലീസിനെയും കൊണ്ട് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊന്നും അറിയുന്നില്ല മുരളി. ആ സത്യങ്ങൾ അറിയാതെ മുരളി പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് പ്രശ്നം കോംപ്രമൈസ് ചെയ്യിക്കാം, മുരളിയേട്ടനെന്നല്ല ഇനി ആര് സംസാരിച്ചിട്ടും കാര്യമില്ല. ഞാൻ എങ്ങനെയാണ് നന്ദുവിനെയും ഇസബലിനെയും കണ്ടുപിടിച്ചതെന്നറിയാമോ? നടന്ന കാര്യങ്ങളെല്ലാം ദേവിക പറയുന്നു. ഹോട്ടലിൽ വെച്ച് നന്ദനെയും ബെല്ലയും കണ്ടുമുട്ടിയ കാര്യവും ഇപ്പോൾ ഫയൽ തന്ന കാര്യവും. എന്നിട്ട് ദേവി തറപ്പിച്ച് പറയുന്നുണ്ട്, ഈ ഫയൽ തന്നത് താൻ വിഷമിക്കുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ അച്ഛൻ ചൂടായി ചോദിച്ചിട്ടോ ഒന്നുമല്ല. അതെടുക്കാൻ ആരാണ് പറഞ്ഞത്? അവർ അനുവാദം കൊടുത്തതിൻ്റെ പേരിനാണ് നന്ദു അതിപ്പോൾ തിരികെ തന്നത്. അല്ലാതെ എനിക്ക് സങ്കടം വരുമെന്നും എൻ്റെ ഭാവിയെ അത് ബാധിക്കുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. എന്താ നന്ദൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മുമ്പ് നന്ദൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല. എന്ത് വിഷമമുണ്ടെങ്കിലും അത് എന്നോട് പറയാതിരിക്കില്ല. ഇപ്പോൾ കുറേ നാളുകൊണ്ട് അവൻ എന്നോട് നേരെ ചോദിച്ച് സംസാരിക്കുക പോലും ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഡ്രൈവറുടെ സ്ഥാനത്ത് നിന്നാൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത്. അവൻ ഇത്രമാത്രം വിരോധം എന്നോട് തോന്നാനുള്ള കാര്യം എത്ര ആലോചിച്ചിട്ടും എനിക്കിങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നു, നന്ദനെ മാത്രം വിശ്വസിച്ച് സ്നേഹിച്ചിറങ്ങി വന്ന എന്നെ ചതിച്ച നന്ദുവിനാണോ മുരളിയേട്ടനോട് ഇങ്ങനെ കാണിക്കാൻ പാട്? അന്ന് എന്നെ വിവാഹം കഴിച്ചത് ഒരബദ്ധമായെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടാകും. ബെല്ലയായിരുന്നു ശരിയെന്ന് ഇപ്പോൾ തോന്നിയിട്ടാകും എന്നെ ഉപേക്ഷിച്ച് ബെല്ലയുടെ അടുത്തേക്ക് പോകുന്നത്. എന്തായാലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഞാൻ എന്തായാലും ഒരു ശല്യമായിട്ട് പിന്നാലെ പോകുന്നില്ല. ദേവിക സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് മുരളിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ദേവിയുടെ വീടെത്തി ദേവികയാണെങ്കിൽ ഇറങ്ങി ചെല്ലുന്നത് കണ്ടിട്ട് രാധികയും മാധവനും ആകെ വിഷമിച്ച് നോക്കുന്നു. കയ്യിൽ പെട്ടിയും ബാഗും കയറി വരുന്ന വിവാഹം കഴിച്ച് പോയ പെൺകുട്ടി കയറി വരുമ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും അത് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. രാധികയുടെ സങ്കടം കണ്ടിട്ട് മാധവനാണെങ്കിൽ രാധികയെ ആശ്വസിപ്പിക്കുന്നു. അപ്പം ദേവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നമ്മൾ അറിഞ്ഞ കാര്യങ്ങളിൽ വാസ്തവമുണ്ടല്ലേ? നന്ദനിൽ നിന്ന് ഇങ്ങനൊരു ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം അതെല്ലാം കേട്ടുകൊണ്ട് ശാരികയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചിയുടെ തീരുമാനം തന്നെയാണ് ശരി. കൂടെ നിന്ന് വിശ്വാസവഞ്ചന കാണിക്കുന്ന ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നത് തന്നെയാണ് നല്ലത്. നിനക്കങ്ങനെയൊക്കെ പറയാം, ഞാനൊരു അമ്മയാണ്. എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് എൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നെന്ന് നിനക്ക് പറഞ്ഞാൽ അറിയില്ല. നീ ഈ വഴിക്ക് ദേവി മോളുടെ ജീവിതം ഇങ്ങനെയും ഞാൻ എങ്ങനെ സഹിക്കും? അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ചേച്ചി ഇപ്പോൾ ഒരു MLA. ചേച്ചിക്ക് അതിൻ്റേതായിട്ടുള്ള അധികാരവും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് ചേച്ചിയുടെ മനസ്സിനെ തളർത്താൻ നോക്കരുത് എന്ന് പറഞ്ഞ് ശാരികയാണെങ്കിൽ അമ്മയെ ഉപദേശിക്കുന്നു. എൻ്റെ മനസ്സ് എന്നേക്കാളും വ്യക്തമായിട്ട് ശാരിക്കറിയാം. നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയെങ്കിലും ധൈര്യം ഉള്ളതെന്ന് ദേവികയാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടിട്ട് ശാരിക്കും വിഷമവും ആകുന്നു. എന്തായാലും സിദ്ധാർത്ഥൻ സാറും ദേവികയും അറിഞ്ഞുകൊണ്ടുള്ള കള്ളക്കളിയാണെന്നും ഫയൽ അവർ രണ്ടുപേരും കൂടി മറച്ചു വെച്ചിട്ട് ചുമ്മാ ഒരു നാടകവും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് രാധാകൃഷ്ണ മിനിസ്റ്റർ ദേവികയും സിദ്ധാർത്ഥൻ സാറിനെ ഒരുപാട് അപമാനിച്ചിരുന്നു. ഫയൽ തിരികെ കൊടുത്തിട്ട് അന്ന് നേരിടേണ്ടി വന്ന അപമാനത്തിന് മറുപടി ചോദിക്കാൻ ദേവികയാണെങ്കിൽ ഓഫീസിലേക്ക് വരുന്നുണ്ട്. CM വിളിച്ച മീറ്റിങ്ങിന് എന്തുകൊണ്ട് ദേവിക വന്നില്ല? ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ 24 മണിക്കൂറിനുള്ളിൽ തിരികെ തരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ഇതാ നഷ്ടമായെന്ന് പറഞ്ഞ ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയലാണെങ്കിൽ ദേവിക എടുത്ത് നീട്ടുന്നുണ്ട്. അത് മേടിച്ചും രാധാകൃഷ്ണനാണെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചിട്ടാണോ നഷ്ടമായെന്ന് ചുമ്മാ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തായാലും നിങ്ങൾ കാണിച്ചത് വളരെ മോശമായിപ്പോയി എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിലോ ഈ ഫയൽ തിരികെ കൊണ്ടുവരേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനെയും എന്നെയും ഈ ഫയൽ നഷ്ടമായതിൻ്റെ പേരിൽ ഒരുപാട് നാണം കെടുത്തുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.
മതി, ഇതിനെപ്പറ്റി ഇനിയൊരു സംസാരം വേണ്ടെന്ന് പറയുമ്പം അതെങ്ങനെ ശരിയാകാനെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ശക്തമായും സംസാരിക്കുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിന് പോലും മറുപടി പറയാനാകുന്നില്ല. ഞാനൊരു MLA, എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾക്കുള്ള അതേ അധികാരവും പവറും എനിക്കും ഉണ്ടെന്നുള്ള കാര്യം പലപ്പോഴും സാറ് മറക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും അധികാരത്തിൽ കയറി MLAക്കായും ഒരുപാട് മാറ്റം ഇപ്പോഴത്തെ ദേവിക്കുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അതേസമയം ദേവിക ചന്ദ്രോത്ത് വീട്ടിൻ്റെ പടി ഇറങ്ങിയ സന്തോഷ വാർത്ത അതൊരാഘോഷമാക്കി ഇസബല്ലയും കൂട്ടരും എടുക്കുന്നു. എല്ലാ അർത്ഥത്തിലും തകർന്ന് ആകെ മനസ്സ് വിഷമിച്ച് നിൽക്കുവാണ് നന്ദനും. സത്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട്, എന്നാൽ പറയാൻ പറ്റുന്നുമില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ ദേവിക എങ്ങനെ പ്രതികരിക്കുമെന്ന് തീരെ അറിയാൻ വേല. അതേസമയം ഭാർഗവിയാണെങ്കിൽ മുരളി പറഞ്ഞ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ദേവിക ചന്ദ്രോത്ത് വീട്ടിൻ്റെ പടി ഇറങ്ങി എന്ന് കേൾക്കുമ്പോഴത്തേക്കും നന്ദൻ ദേവിയോട് ചെയ്ത ക്രൂരതയുടെ ആ ഒരു ആഘാതമല്ല ഭാർഗവിയുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നത്. പ്രഭക്കുഞ്ഞിതെങ്ങനെ താങ്ങും, പ്രഭക്കുഞ്ഞിനിത് വല്ലാത്ത സങ്കടമായി കാണും എന്നും പറഞ്ഞുകൊണ്ടാണ് ഭാർഗവിയാണെങ്കിൽ വിഷമിക്കുന്നത്. അത് കണ്ട് ഗൗരിക്ക് പോലും ദേഷ്യം വരുന്നുണ്ട്. പ്രഭക്കുഞ്ഞിന് മാത്രമല്ല വിഷമം, നന്ദനെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്ന പെൺകുട്ടിയെ ദേവിക, ആ ദേവികയോടാണ് നന്ദൻ ഈ ചതി ചെയ്തത്. അപ്പം ദേവികയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകുമെന്ന് ഭാർഗവിയോട് ചോദിച്ചു കൊടുക്കുമ്പം ഉത്തരമില്ലാതെ നിൽക്കുന്ന ഭാർഗവിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.